നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേച്ചി, ഞാനേ ചേച്ചി പുറത്തൊന്നും കാണാത്തോണ്ട് ഇങ്ങോട്ട് വന്നേ. പിന്നെ നമ്മുടെ അഡ്വക്കേറ്റ് നമ്പ്യാർ സാർ വിളിച്ചിരുന്നു. ഇവിടുത്തെ കാര്യങ്ങൾ എന്തായെന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചതാ. ചേച്ചി ചേച്ചി ഈ ലോകത്തൊന്നും അല്ലേ? ഞാൻ പറഞ്ഞോലും കേട്ടായിരുന്നോ? അതെന്താ, ഞാൻ ബദിരയാണെന്ന് കരുതിയോ നീ? നീ പറയുന്നത് കേൾക്കാൻ നിന്റെ മുഖത്ത് തന്നെ നോക്കണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. എന്റെ അമ്മോ, ഇതെന്തോ രാവിലെ ഒരു ഉടക്കമൂട്. ഇടത്ത് വാക്കാണോ എഴുന്നേറ്റത്? പ്രതാപ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, പറഞ്ഞേക്കാം. ചേച്ചി ഇങ്ങനെ ചൂടാവാതെ എന്താ പ്രശ്നമെന്ന് വാ തുറന്ന് പറ. അറിഞ്ഞോ അറിയാതെയോ ശേഖരേട്ടനെ കുറിച്ച് നമ്മൾ സംസാരിച്ചതിന് ശേഷം മനസ്സിൽ വല്ലാത്തൊരു അങ്കലാപ്പ്. ശേഖരേട്ടൻ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ വർഷം എത്രയായി? ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം പോലും നീയോ ഞാനോ ഒന്ന് പോയി കണ്ടിട്ട് പോലുമില്ല. എന്തിന്? ബന്ധം വേർപെടുത്തിയ ഭർത്താവിന്റെ ക്ഷേമം അന്വേഷിച്ച് ഏതെങ്കിലും ഭാര്യമാര് പോവോ? അതും സെൻട്രൽ ജയിലിലേക്ക്. ചേച്ചി എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടുന്നേ? അങ്ങനെയല്ല പ്രതാപ. കണക്ക് കൂട്ടി നോക്കിയാൽ കൊലപാതക കുറ്റത്തിന് ലഭിച്ച ജീവപര്യന്തം 14 വർഷം. പിഴ അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് 1-2 വർഷം കൂടി. അപ്പം മൊത്തം 16 വർഷം. ശരിയല്ലേ? ചേച്ചി എന്നോട് തന്നെ ചോദിക്കണം. ഞാൻ ഈ മാത്തമാറ്റിക്സിൽ വട്ടപൂജയാണെന്ന് എത്ര പ്രാവശ്യം പറയണം? അതെ, 16 വർഷം. അതായത് ശിക്ഷയുടെ കാലാവധി ഇപ്പൊ തീരുന്നു എന്നർത്ഥം. ഒരുപക്ഷെ ആളിപ്പോ പുറത്തിറങ്ങിയിട്ടുണ്ടാവാം. ഏതായാലും നീ അതൊന്നു പോയി അന്വേഷിക്കണം. എന്തിന്? അതിന്റെ ഒരു ആവശ്യമില്ല. ആളിയൻ ഈ 16 വർഷത്തിനിടയിൽ മരിച്ച് മണ്ണോട് ചേർന്നിട്ടുണ്ടെങ്കിലോ? ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. കാരണം ഞങ്ങളുടെ വിവാഹ ജീവിതം തുടങ്ങുന്നതിന് മുൻപുള്ള ജാതക പരിശോധനയില് ശേഖരേട്ടന് ദീർഘായുസ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ജയിൽ വാസവും പറഞ്ഞിരുന്നു. അത് സത്യമായ സ്ഥിതിക്ക് മരണവും സംഭവിച്ചിട്ടില്ല എന്നുറപ്പിക്കാം. ഇരുളടഞ്ഞ ഇടനാഴികളുള്ള ജയിൽ മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ ഏകനായി 16 വർഷം നരകയാതന അനുഭവിച്ച പമ്പര വിഡ്ഢി. അസ്തമയത്തിന് ശേഷമുണ്ടാകുന്ന ഇരുട്ട് കത്തിജ്വലിച്ചുയരാൻ പോകുന്ന പ്രകാശത്തിന്റെ ആരംഭമാണ്. ആ പ്രകാശത്തിൽ നിന്റെ കണ്ണുകൾ മഞ്ഞളിക്കും. ആ പ്രകാശരശ്മികൾ തീജ്വാലകളായി നിന്റെ മേൽ പതിക്കാൻ ഇനി അധിക നാളില്ല. കരുതിയിരുന്നു നീ, ഉദയത്തിനുള്ള സമയമായി. കിഴക്ക് ദിക്ക് ചുവന്നു തുടങ്ങി. ചേച്ചി അയാൾ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പട്ടിണി മാറ്റാനുള്ള വഴി നോക്കി എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവും. ചിലപ്പോ ഈ നാട് തന്നെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും. ഒരു തിരിച്ചുവരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു 16 വർഷം. ഞാൻ തിരിച്ചു വന്നിരിക്കും. അതോടെ നീ സ്വപ്നം കാണുന്ന സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളകും. ഇളക്കി മറിക്കും ഞാൻ. എന്റെ കാത്തിരിപ്പിന്റെ ലക്ഷ്യം അതുമാത്രമാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.